ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബ്രേസി സ്റ്റിച്ചിങ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കാണാൻ പോകുന്നത് ഒരു നോർമൽ ഫാൻറ്റും കൊണ്ട് കേതറിങ് ഫാൻറ്റ് എങ്ങനെയാണ് നമ്മൾ കട്ടിങ് ചെയ്യുന്നതെന്ന് കാണാം. ഈ തുണി 2.5 മീറ്റർ തുണി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇത് ബോർഡർ വരുന്ന സൈഡിൽ ഇത് രണ്ടായിട്ട് ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് വീണ്ടും നമ്മൾ മടക്കുന്നത് ഈ കയ്യെ പിടിച്ചിരിക്കുന്ന ഈ ഭാഗം ഒരു ബോർഡർ പീസ് താഴെ വശത്തിലും ഒരു ബോർഡർ പീസ് നമ്മുടെ കയ്യിലുമാണ് പിടിച്ചിരിക്കുന്നത്. ഓപ്പൺ ഇരിക്കുന്നത് ഇങ്ങേ സൈഡിലും മടക്കിയിരിക്കുന്നത് ഈ വലത്തെ സൈഡിലും വരുന്ന രീതിക്ക് ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ കയ്യെ പിടിച്ചിരിക്കുന്ന ഈ ബോർഡർ, ഈ വലത്തെ കയ്യെ പിടിച്ചിരിക്കുന്ന ഈ ബോർഡർ ഈ താഴെയുള്ള ഈ ബോർഡറിലേക്ക് ഒരു കോണ് പോലെ ഇങ്ങനെയാണ് മടക്കിയിടുന്നത്. ഇങ്ങനെ മടക്കിയിട്ടിട്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു കോൺ പോലെ കിട്ടും. എന്നിട്ട് ഈ ഭാഗം മാത്രം നേരായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഇത് തുണി ഒത്തിരി ഉള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനെ മടക്കിയെടുക്കാം. അല്ലെങ്കിൽ ഈ സൈഡിലേക്ക് നമ്മൾ ജോയിൻറ്റ് ചെയ്യേണ്ടതാണ് വരുന്നത്. ഇതുപോലെ കോൺ പോലെ മടക്കിയിട്ട് ഇതൊരു നോർമൽ പാൻ്റാണ്. ഈ അളവ് പാൻറ്റും കൊണ്ട് ഈ ബെൽറ്റ് പീസ് ഇല്ലാതെ ഈ ബെൽറ്റ് ജോയിൻറ്റ് ചെയ്തിരിക്കുന്ന ഈ ഇടം വെച്ചിട്ട് ഈ കാലിൻ്റെ ഭാഗം മാത്രം നമ്മളിപ്പം ഇതിൻ്റെ തുണി എടുക്കാൻ പോവുക. ഈ ബെൽറ്റ് കൂട്ടാതെ ഈ ബെൽറ്റിൻ്റെ അവിടെ ഒന്ന് മടക്കി കൊടുക്കാം. വീഡിയോ മനസ്സിലായില്ലെങ്കിൽ 2-3 പ്രാവശ്യം സ്കിപ്പ് ചെയ്തിട്ടൊന്ന് നോക്കുക, എന്നാലേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നമ്മൾ അളവെടുക്കുന്നു. ഈ പാൻറ്റ് അളവ് പാൻറ്റാണ്. അപ്പോൾ ഇത് നോർമൽ പാൻറ്റാണ്. നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് കാതറിങ് പാൻറ്റാണ്. അപ്പം കാതറിങ് പാൻറ്റ് നമുക്ക് സകലം ടൈറ്റായിട്ട് വേണം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ നീളം ഇപ്പോൾ നമ്മൾ മെഷർ ചെയ്യാൻ പോവുക. പാൻറ്റിൻ്റെ ഈ ബെൽറ്റ് പീസ് കൂട്ടാതെ തയ്ച്ചിരിക്കുന്ന ഈ ഭാഗം മടക്കിയിട്ട് ഇത് മെഷർ ചെയ്യുന്നു. ഇത് നമുക്ക് ഉള്ള അളവാണ്. ഇതിനെക്കാട്ടിലും 4 ഇഞ്ച് കൂടുതലായിട്ട് തയ്യൽ തുമ്പിനുള്ള ഭാഗം ഇടുന്നു. ഇങ്ങനെ എന്നിട്ട് ഈ ഭാഗം ഇങ്ങോട്ടൊന്ന് മടക്കിയെടുക്കാം. ഇത് നമ്മൾ അളവ് വയ്ക്കുന്നത് ഈ മടക്കിയിരിക്കുന്ന ഭാഗം നമ്മുടെ വശത്തിലും തയ്ച്ചു കൊടുത്തിരിക്കുന്നത് അങ്ങേ വശത്തിലും വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ കാലിൻ്റെ അടിഭാഗം മെഷർ ചെയ്യാൻ പോവുക. ഈ തുണി ഈ ഉള്ളിലേക്ക് നമ്മൾ കോണ് പോലെ ഇട്ടിരിക്കുന്നത് കൊണ്ട് ഒരു ഭാഗത്തിലേക്ക് തുണി ഇങ്ങനെ കുറവായിട്ട് വേണം നമുക്ക് മടക്കി ഇടുമ്പോൾ കിട്ടുന്നത്. അത് എവിടം വരെ ഉണ്ടെന്ന് നമ്മൾ ആദ്യം ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ചിട്ട് ഈ തുണി ഇങ്ങോട്ട് മാറ്റിയിട്ട് നോക്കുമ്പം ഈ തുണി മുകളിലുള്ള ഈ പീസ് ഇങ്ങോട്ട് മറിച്ചിടുന്നു. എന്നിട്ട് ഇത് കാണുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് മുകളിലേക്ക് പീസ് ഒത്തിരി വലുതായിട്ടുണ്ട്. അപ്പോൾ ഇത് നോർമൽ പാൻറ്റാണ്. ഇതിനെക്കാട്ടിലും നമുക്ക് ഒരു 3 ഇഞ്ച് കൂടെ കൂടുതൽ വെച്ചിട്ട് ഇത് കറക്റ്റായ അളവിനാണ് നമ്മൾ ഇടുന്നത്. പിന്നെ കാതറിങ് പാൻറ്റ് നമ്മൾ കാൽവശത്തിലേക്ക് കാലിൻ്റെ അടിവശത്തിലേക്ക് സകലം കൂടെ നീളം വേണം, എന്നാലേ അത് കാണാൻ രസമുള്ളൂ. അപ്പോൾ ഒരു 3 ഇഞ്ച് കൂടുതൽ വെച്ച് നമ്മൾ മെഷർ ചെയ്യുന്നു. ഇങ്ങനെ എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ ഈ കൈ കൊണ്ട് വെച്ചിട്ട് ഇത് എവിടെ വരെ ഉണ്ടെന്ന് നോക്കാം. ഇത്ര മതി നമുക്ക്. ഇതിനെക്കാട്ടിലും ഒരു 4 ഇഞ്ച് നമ്മൾ 1/2 ഇഞ്ച് കൂടെ വെച്ചിട്ട് 4 ഇഞ്ച് വേണ്ട 1/2 ഇഞ്ച് വെച്ച് മെഷർ ചെയ്യുന്നു. ഇത് കാലിൻ്റെ അടിഭാഗം നമുക്ക് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ പാൻറ്റിൻ്റെ ഉള്ള അളവ് ഇത് മെഷർ ചെയ്യാം. ഇത് ഉള്ള അളവാണ്.
അപ്പോൾ ഇതിനെക്കാട്ടിലും ഒരു 1/4 ഇഞ്ച് മാത്രം കൂടുതൽ വെച്ചാൽ മതി. ഒത്തിരി വെക്കേണ്ട. തയ്യൽ തുമ്പിനെ നമുക്ക് ഒത്തിരി ആവശ്യവുമില്ല. എന്നാന്ന് വെച്ചാൽ ഇത് നോർമലായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ പാൻറ്റ് ടൈറ്റായിട്ട് വേണം നമുക്ക് കിട്ടേണ്ടത്. ഈ ഭാഗത്തിലേക്ക് നമ്മൾ ഓപ്പൺ വെക്കും. അതുകൊണ്ട് ഓപ്പൺ ചെയ്യുന്ന ഈ ഭാഗത്തിലേക്ക് ഒരു 1/4 ഇഞ്ച് കൂടുതലായിട്ട് വെച്ചാൽ മതി. ഇങ്ങനെ വെച്ചിട്ട് മെഷർ ചെയ്യുന്നു. ഇതാണ് കാലിൻ്റെ അടിഭാഗം. ഇവിടെ ഓപ്പൺ വെച്ചിട്ട് നമ്മൾ ഒരു കൊളുത്ത് പിടിപ്പിക്കുമ്പം ഈ ഭാഗം നമുക്ക് മതി, കാലിൻ്റെ അടിഭാഗം. ഇപ്പോൾ ഇത് മെഷർ ചെയ്യുന്നു. അപ്പം ഈ ഹിപ്പ് സൈസിൽ മാത്രം നമുക്ക് തുണി വലുതായിട്ട് വേണം. എന്നാന്ന് വെച്ചാൽ നമുക്ക് ഈ ഹിപ്പ് സൈസിലേക്ക് തുണി കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ചുരുക്കം വെച്ച് തയ്ക്കാൻ പറ്റുള്ളൂ. ചുളുക്കമില്ലെങ്കിൽ ഇത് നമുക്ക് ഇടാൻ പറ്റത്തില്ല. ടൈറ്റായിട്ട് അങ്ങ് കയറി പിടിച്ച് നിൽക്കും. അപ്പോൾ നമുക്ക് ഇരിക്കാനൊക്കെ സകലം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ വേറെ തുണി ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അതെ, ഇത്രയ്ക്ക് ഇപ്പം തുണിയുണ്ട്. ഇത് നേർവശത്തിലേക്ക് മുറിച്ചെടുത്തിട്ട് ഇതിനകത്ത് ഇപ്പം 4 തുണിയുണ്ട്. 1, 2, 3, 4. ഈ 4 തുണിയുണ്ട്. ഇവിടെ നമ്മൾ ഇവിടം തൊട്ട് ഇവിടം വരെ പ്രത്യേകിച്ച് വേറെ തുണി കൊടുത്തിട്ട് അങ്ങേ വശത്തിലേക്ക് നമുക്ക് ഈ ചുളുക്കം വയ്ക്കുന്ന അത്രയും തുണി എക്സ്ട്രാ ആയിട്ട് വച്ച് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഇത് മെഷർ ചെയ്ത് എടുത്തു. എന്നിട്ട് ഇവിടെയെല്ലാം ഇതുപോലെ മൊട്ടുസൂചിയോ എന്തെങ്കിലും കുത്തിക്കൊടുക്കാം. അല്ലെങ്കിൽ ഈ തുണി അങ്ങ് തെന്നിപ്പോകും. മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് തയ്ച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ തുണി നിലനിൽക്കാനുള്ളത് കൊണ്ട് തെന്നിപ്പോകും. അതുകൊണ്ട് ഇതുപോലെ മൊട്ടുസൂചിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ നമ്മൾ ഒരു 4 ഇഞ്ച് വെച്ചിട്ട് ഇവിടെ ഒന്ന് മെഷർ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഓപ്പൺ വരാൻ വേണ്ടി മുറിച്ചെടുക്കുന്ന ഭാഗമാണ്. ഇവിടം തൊട്ട് ഒരു 10 ഇഞ്ച് വെച്ച് ഇത് നമുക്ക് കാലിൻ്റെ മുട്ടിൻ്റെ അവിടെയാണ്. ഈ മുട്ടിൻ്റെ അവിടെ ഒന്ന് മെഷർ ചെയ്ത് കൊടുത്തു. ഇതിനെക്കാട്ടിലും മുട്ടിൻ്റെ മുകൾ വശത്തിലേക്ക് സകലം കൂടെ വീതി വേണമായിരുന്നു. അതുകൊണ്ട് ഇത് 1.5 ഇഞ്ച് കൂടുതൽ വെച്ചിട്ട് മെഷർ ചെയ്ത് എടുത്തു. ഇത് മുട്ടിൻ്റെ മുകൾ വശത്തിലാണ്. സകലം ടൈറ്റായിട്ട് മുട്ടിൻ്റെ താഴെ വശത്തിലും മുകൾ വശത്തിലേക്ക് ഇത് 1.5 ഇഞ്ച് കൂടുതൽ വെച്ച് സകലം കൂടെ വീതി കൂടാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി ഫിറ്റായിട്ടൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ഇത് ഇങ്ങനെ മെഷർ ചെയ്തു. ഇപ്പോൾ ഇത് മുറിച്ചെടുക്കാൻ പോവുക. ഇത് കാലിൻ്റെ അടിഭാഗമാണ്. ഇത് തയ്ച്ചെടുക്കുമ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. എന്നാന്ന് വെച്ചാൽ ഇത് പിള്ളേർ പഠിച്ചുകൊണ്ടിരിക്കുന്ന തുണിയാണ്. അപ്പം ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് അവർ തയ്ച്ചെടുത്തുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പാൻറ്റ് മുഴുവനും തയ്ച്ച് കഴിഞ്ഞിട്ട് വേണേൽ കാണിക്കാം. ഇത് കണ്ടില്ലേ? ഇപ്പോൾ ഇത് ഈ ഭാഗം മുറിച്ച് മാറ്റി. എന്നിട്ട് ഇവിടെ വരെ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തു. ഇത് നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് തയ്ച്ചിട്ട് കാലുവശത്തിലേക്കും ഇങ്ങനെ കാലിൻ്റെ അടിവശം ഇങ്ങനെ മടക്കി തയ്ച്ചിട്ട് ഇവിടെ ഒരു കൊളുത്ത് പിടിപ്പിക്കണം. അപ്പോൾ ഈ തുണി നമുക്ക് ഇത് കണ്ടില്ലേ, ഒരു വശത്തിലേക്ക് നമ്മൾ ഇങ്ങനെ കൈ വെച്ച് നോക്കുമ്പോൾ കാണാവുണ്ടായിരുന്നു. ഇങ്ങനെ 2 തുണിയുണ്ട്. ഇവിടെ നമ്മൾ 2 തുണി പ്രത്യേകിച്ച് ജോയിൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ഈ തുണി മുറിച്ച് മാറ്റി എടുത്തിട്ട് എന്നിട്ട് വേണം ഈ ജോയിൻറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ എടുക്കാനേ. ഇപ്പോൾ നമുക്ക് ഈ ഹിപ്പിൻ്റെ അളവിലേക്ക് ഈ തുണി നമ്മൾ വെച്ച് കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഇത് കൂടുതലായിട്ട് നമ്മൾ വയ്ക്കേണ്ട തുണിയാണ്. അപ്പോൾ ഈ 4 തുണി നമ്മളിങ്ങനെ വെച്ചിട്ട് തയ്ച്ച് കൊടുക്കുമ്പം ഇങ്ങനെ വെച്ച് ജോയിൻറ്റ് ചെയ്തിട്ട് ഇപ്പോൾ വെച്ച് കാണിക്കുവാന്നേ ഉള്ളൂ. ഇങ്ങോട്ട് മറിച്ചെടുക്കണം. ഇതിങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കിവിടെ വരെ ആവശ്യപ്പെട്ടെങ്കിൽ ഇവിടെ വരെ വെച്ചിട്ട് നമ്മൾ മുറിച്ചെടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ ഈ ഭാഗത്തിലേക്ക് നമ്മൾ ചുളുക്കം വെച്ച് കൊടുക്കണം. ഇവിടെ ഇത് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ചുളുക്കം വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഈ പാൻറ്റിൻ്റെ ക്ലോത്ത് കിട്ടും. എന്നിട്ട്
ബെൽറ്റ് പീസ് ഇപ്പം മുറിച്ചെടുക്കാം. ഈ തുണിയുണ്ട്, ഇത് 2 പീസാണ്. ഇത് 2 പീസ്. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ആദ്യം ഈ ബെൽറ്റിൻ്റെ അളവ് വെച്ച് നോക്കാം എന്തേലും ഉണ്ടെന്ന്. ഇപ്പോൾ ഇത് ഇങ്ങനെ നൂർത്ത് വെക്കുമ്പം തന്നെ നമുക്ക് ഇത് 2 പീസായിട്ടാണ് കിട്ടുന്നത്. ഇത് 1 പീസ്, ഇത് 1 പീസുമായിട്ട്. അപ്പോൾ ഒന്നുകൂടെ നമ്മളിങ്ങനെ മടക്കുമ്പോൾ ഇതിനകത്ത് 4 പീസ് കിട്ടും. കണ്ടില്ലേ? 1 2 3 4 ഈ 4 പീസ് കിട്ടും. ഇത് എടുത്ത് വെച്ചിട്ട് ഈ തുണിയുടെ പുറത്ത് ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഈ മുകളിലേക്ക് നമ്മൾ വെച്ച് കൊടുത്ത തുണി ഒത്തിരി ചെറുതാണ്. ഈ തുണി ഒന്ന് മാറ്റിയെടുക്കാം. ഇതിപ്പോൾ 2 പീസാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് 2 പീസാണ് ഇരിക്കുന്നത്. ഇപ്പം ഈ ഭാഗത്തിലേക്ക് നമ്മൾ ഫ്രണ്ടിലേക്ക് ഓപ്പനുള്ള ഈ ഭാഗം ഇങ്ങനെ വിട്ടിട്ട് ഇവിടെ വരെ തുണിയുണ്ട്. ഇത് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിന്. പിന്നെ മോള് വശത്തിലേക്ക് നമ്മൾ ഇത് വള്ളി ഇടാൻ വേണ്ടിയിട്ട് മടക്കി തയ്ച്ചു കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഇവിടം തൊട്ട് എക്സ്ട്രാ ആയിട്ട് ഉള്ള ഈ അളവ് കഴിഞ്ഞിട്ട് ഇത് കൂട്ടാതെ ഒരു 2 ഇഞ്ച് കൂടുതൽ വെച്ച് നമ്മൾ മെഷർ ചെയ്യുന്നു. കണ്ടില്ലേ? കൃത്യം 2 ഇഞ്ച് ഉണ്ട്. 2 ഇഞ്ച് വെച്ച് ഇങ്ങനെ മെഷർ ചെയ്യുന്നു. ഇതാണ് മൊത്തത്തിലേക്ക് നമുക്ക് ബെൽറ്റ് പീസിൻ്റെ അളവ്. ഇവിടെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിന് പോയിട്ട് ബാക്കി ഇവിടെ മോള് വശത്തിലേക്ക് നോക്കിക്കേ, ഇവിടെ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ നീളം. ഈ ബാക്കിയുള്ളത് നമ്മൾ ഈ വള്ളി ഇടാൻ വേണ്ടിയിട്ട് മടക്കി തയ്ക്കുന്ന ഭാഗമാണ്. ഇപ്പം ഈ പാൻറ് ഉള്ള അളവ്, ഹിപ്പിൻ്റെ അളവ് നമ്മൾ മെഷർ ചെയ്യുന്നു. ഇതാണ് ചുറ്റളവ്. ഇത് ഉള്ളളവും ഇത് കൂടുതൽ നമുക്ക് തയ്യൽ വേണ്ടി കൂടുതൽ എടുത്തിരിക്കുന്നതാണ്. 1 ഇഞ്ച് ഉണ്ടെങ്കിൽ മതി. മൊത്തത്തിലേക്ക് ഇതിലേക്ക് നമ്മൾ തയ്ച്ച് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ കൃത്യമായ അളവിന് കിട്ടും നമുക്ക്. 1 ഇഞ്ച് കൂടുതൽ വെച്ച് മെഷർ ചെയ്തു. ഇപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഭാഗം തൊട്ട് നേരായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ ഈ ഭാഗം നമ്മൾ മുറിച്ചെടുക്കണം. ഇവിടെ ഒരു 2 മൂട്ട് സൂചി ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള തുണി നമ്മൾ ഇത് വെച്ചാണ് ഇനി 2 പീസ് മുറിച്ചെടുക്കാൻ പോകുന്നത്. തയ്യൽ പഠിക്കാൻ പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് ഒട്ടും സമയമില്ലാതെ ആയിപ്പോയി. വീഡിയോ ചെയ്യാനുള്ള സമയമില്ലാതെ ആയിപ്പോയി. അതുകൊണ്ടാണ് ചെയ്യാത്തത്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണേ. ഈ ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് 2 പീസ് കിട്ടി. ഇനി ബാക്കിയുള്ള ഈ തുണി എടുത്തിട്ട് ഇങ്ങനെ ഒന്നിച്ച് ഇടാമെങ്കിൽ ഒന്നിച്ച് ഇടാം, അല്ലെങ്കിൽ ഈ തുണി ഇങ്ങനെ നൂർത്തി ഇട്ടിട്ട് ഈ ഭാഗം വെച്ചിട്ട് പ്രത്യേകിച്ച് ഓരോ തുണിയായിട്ട് നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ